ഇന്നലെ ഒരു മിഡ് നൈറ്റോട് കൂടി ബ്രേക്കിംഗ് ആയി മലയാള മാധ്യമങ്ങൾ അവതരിപ്പിച്ച ഒന്നായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് മാത്രമല്ല അത് കാന്തപുരം AP അബൂബക്കർ മുസലിയാരുടെ ഓഫീസാണ് ഇത് അറിയിച്ചത് എന്നവർ വ്യക്തമാക്കി പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു കാര്യമില്ല, ആ വാർത്ത തെറ്റാണ് എന്ന് മാത്രമല്ല അങ്ങനെ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താ മഹദി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ പുതിയ ഡേറ്റ് ഉടൻ തന്നെ നിർണ്ണയിക്കണം, ആ ഡേറ്റ് ഏതാണെന്ന് ഉടനെ അറിയിക്കണം എന്ന് പറഞ്ഞ് കോടതിയിൽ കൊടുത്ത ഹർജിയുടെ കോപ്പി അത് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം സ്വന്തം ഐഡിയയിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? തീർച്ചയായും ഇവിടെ ഇന്നലെ രാത്രിയോട് കൂടിയാണ് റദ്ദാക്കിയെന്ന രീതിയിലൊരു വധശിക്ഷ റദ്ദാക്കിയെന്ന രീതിയിലൊരു വാർത്ത വരുന്നത്. ഇന്ന് പൂർണ്ണമായും അത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി അത് തള്ളിയിരിക്കുകയാണ്, നിഷേധിച്ചിരിക്കുകയാണ്. ഇവിടെ ചർച്ചകൾ നടക്കുന്നത് ചില ഗോത്ര നേതാക്കന്മാരും അതുപോലെ തന്നെ ചില മതപണ്ഡിതന്മാരുമായിട്ടൊക്കെയാണ് നമ്മൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കം ചർച്ചകൾ നടത്തുന്നത്. ഇന്നലെ AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ശരീഅത്ത് വിധി പ്രകാരം ചർച്ച ചെയ്യേണ്ടവരുമായി ചർച്ച ചെയ്തു, അവിടെ നിന്ന് കിട്ടുന്ന റിപ്ലൈ പോസിറ്റീവായിട്ടാണ്, അതുകൊണ്ട് തന്നെ വധശിക്ഷ റദ്ദാക്കിയേക്കും എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. അത് അറിഞ്ഞ ഉടനെ തന്നെ പല മാധ്യമങ്ങളും വധശിക്ഷ റദ്ദാക്കി എന്ന രീതിയിൽ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് കൃത്യമായി തലാലിന്റെ സഹോദരനിലേക്ക് എത്തുകയും അദ്ദേഹം വ്യക്തമായി അദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കാൻ വരെ ഇത് ഇടയാക്കുകയുണ്ടായി. അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ വന്ന് പറഞ്ഞു, ഇത് തീർത്തും വ്യാജ വാർത്തകളാണ് പുറത്തു വരുന്നത്, ഇതിനെ പൂർണ്ണമായും നിഷേധിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം പോസ്റ്റ് ഇടുകയും ചെയ്തു.